എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടാറ്റോ ഉപയോഗിക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് മാഷ് ചെയ്തെടുക്കണം കേട്ടോ, ഇതുപോലെ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒക്കെ എണ്ണ ഒഴിക്കണം. അതിൽ വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള സവോള ചേർക്കണം. അതൊരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി കുനുകുനാന്ന് കട്ട് ചെയ്തതും, അതുപോലെ 2 ചെറിയ പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഹാഫ് ബൗള് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 1 ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, ഒരു ചെറിയ ബീട്രൂട്ട്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി നേരം നമുക്കിതൊന്ന് വേഗം വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല, അങ്ങനെ തന്നെ സിമ്മിൽ ഇട്ടിട്ട് നമ്മളത് അടച്ചു വെക്കുകയാണ്. ഈ വെജിറ്റബിൾസ് നമ്മൾ വേഗം വെക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ, വെള്ളം ഒട്ടും ചേർക്കാനും പാടില്ല. ഇതിലെ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ച് കളയണം ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് ഒരു 4 സ്ലൈസ് മിൽക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ ഒക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അതിനകത്തേക്ക് മാഷ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ നമ്മൾ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഉപ്പിന് വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിന് പാകത്തിന് ഉപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒന്നും കൂടെ ഒക്കെ വേവിക്കുകയാണ്. നല്ലോണം സോഫ്റ്റ് ആയിട്ട് നല്ല യോജിപ്പോടെ കിട്ടണം പച്ചക്കറികളെല്ലാം. അതാണ് നമ്മുടെ പാകം കേട്ടോ. നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട മസാലകളും കൂടെ നമ്മൾ ചേർക്കുകയാണ്. നമ്മളിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതും ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഇവിടെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ആർക്കും താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇതിനകത്തേക്ക് ഇനി ഇതും മുളകൊന്നും ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഒക്കെ വേഗം വെക്കണം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വെള്ളം നമ്മൾ വറ്റിച്ചെടുത്ത് സോഫ്റ്റ് ആക്കി കണ്ടോ. ഈ ഒരു എല്ലാം ഒരുമിച്ച് കിട്ടണം, ആ ഒരു പാകത്തിലേക്ക് ആക്കി എടുക്കണം കേട്ടോ. വെള്ളം വറ്റാൻ വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്നും ഇടാം കേട്ടോ. എന്നിട്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടാൽ മതി. വെജിറ്റബിൾസ് റെഡി ആകുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു 1/2 ബൗള് കോൺഫ്ലോർ, അല്ലെങ്കിൽ ഇനിയിപ്പം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ആണെങ്കിലും മതി, ഒരു ബൗളിലേക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ലൂസ് ആയിരിക്കണം, പക്ഷെ കട്ടിയാവാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ കലക്കിയെടുക്കണേ. ഇനി നമുക്ക് മിക്സ് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ഏകദേശം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് ഉണ്ടാക്കി തുടങ്ങാവുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് ഉണ്ടാക്കാം, ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കാം. ഇനി മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ അതിന്റെ ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ച് കനത്തിൽ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഓരോന്നും എടുത്ത് കോൺഫ്ലോറിന്റെ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങനെ തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുകയാണ് കേട്ടോ. 2 സൈഡും നമ്മളിങ്ങനെ കവർ ചെയ്യാണ്. കവർ ചെയ്തിട്ട് ഒരു പ്രാവശ്യവും കൂടെ കോൺഫ്ലോറിൽ മുക്കുകയാണ്. മുക്കിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ട് റാപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ അത് ഒരു കാരണവശാലും പൊട്ടിപ്പോകരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിന് വെളിച്ചെണ്ണ എടുക്കാറില്ല കേട്ടോ. മറ്റേതെങ്കിലും ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് പതിയെ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ അത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട്, 1 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമേ അത് തിരിച്ചിടാവുള്ളൂ. കട്ട്ലറ്റ് ഈ ഒരു കളറ്, ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് അല്ലേ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയൻ എന്നെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Till then, bye bye, take care.